വെർട്ടെക്സ് എന്ന സൗന്ദര്യവർദ്ധന മരുന്നിനെക്കുറിച്ച് ഒരു വിശകലനമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വെർട്ടെക്സ് ഇന്നൊരു വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് വേൾഡ് എല്ലാ സ്ഥലത്തും, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും. എന്താണ് വെർട്ടെക്സ്? വെർട്ടെക്സ് ചികിത്സ എന്താണ്? ഇതെങ്ങനെയാണ് ചെയ്തു വരുന്നത്? വെർട്ടെക്സ് എന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. ജനറലി അത് വെർട്ടെക്സ് എന്ന് ആളുകൾ ആ ബ്രാൻഡിനെ വിളിക്കുന്നു. എന്നാൽ ഇതുപോലത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ട്. പൊതുവെ അത് വെർട്ടെക്സ് എന്ന് അറിയപ്പെടുന്നു, കാരണം അത് ആദ്യം വന്ന ഒരു കമ്പനിയായുണ്ട്. ബൊട്ടീലിനിയം ടോക്സിൻസ് ടൈപ്പ് എ എന്ന ന്യൂറോടെക്സിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് വെർട്ടെക്സ്. ഇത് മസിലുകളുടെ പ്രവർത്തനം താൽക്കാലികമായി തടയുന്ന പ്രവൃത്തിയാണ് ഈ മരുന്ന് ചെയ്യുന്നത്. ഇത് ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് 60% ട്രീറ്റ്മെൻറ്റും ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും 40% പൊതുവെ മാർക്കറ്റിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരുന്നത്. ക്ലോസ്ട്രീഡിയം ബൊട്ടാലിയം ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാഡീ പ്രോട്ടീനാണിത്. പേശികളുടെ പ്രവർത്തനത്തിന് കാരണമാകുന്ന നാഡീകോശമായ അസറ്റൈൽ കോളൈൻ പ്രകാശന തടയുകയും താൽക്കാലിക പേശി പക്ഷാഘാതമോ ബലഹീനതയോ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മളുടെ ഈ ബൊട്ടീലിയം ടോക്സിൻസ് ടൈപ്പ് എ എന്ന അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ബ്രാൻഡ് എല്ലാം തന്നെ ഒരു തരത്തിലുള്ള മെഡിസിനാണ്. പക്ഷേ ഇതിൻ്റെ റിസർച്ച് അനുസരിച്ച് പല മരുന്നുകൾ പല വിധത്തിലാണ് ഇത് പെരുമാറുന്നത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇവയുടെ ഘടനം, വ്യാപനം, പ്രവർത്തനം തുടങ്ങുന്ന സമയം ഇതെല്ലാം ബ്രാൻഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഫലപ്രാപ്തിയുടെ ദൈർഘ്യം എന്നിവയിൽ അത്യാവശ്യം വ്യത്യാസങ്ങൾ വരും. ഇനി ഞാൻ ബ്രാൻഡിൻ്റെ പേരുകൾ പറയാം. ഈ ബ്രാൻഡുകൾ വെർട്ടെക്സ് അല്ലാതെ മറ്റുള്ള ബ്രാൻഡുകളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡൈസ്പോട്ട് എന്ന ഒരു ബ്രാൻഡാണ്. വെർട്ടെക്സ് പോലെ തന്നെ ഡൈസ്പോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡാണ്. ഇത് ഐസ്പെൻ എന്ന ഒരു ഫ്രഞ്ച് കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഐസ്പെൻ എന്ന ഫ്രാൻസ് കമ്പനിയുടെ ഇത് ഒരു വലിയ ബ്രാൻഡാണ്. ഇത് വെർട്ടെക്സ് പോലെയുള്ള തന്നെ ബ്രാൻഡാണ്. ഡൈസ്പോട്ട് വേഗത്തിൽ പ്രവർത്തനം തുടങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡൈസ്പോട്ട് വേഗത്തിന് പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. വ്യാപനം കൂടുതലാണ്, ഫാസ്റ്റായിട്ട് വ്യാപിക്കും. ഇത് മുഖവാരിയുടെ രേഖകൾക്കും നെറ്റിയിലുള്ള റിങ്കിളുകൾക്കുമാണ് ചുളിവുകൾക്കുമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത. അപ്പം അത് ഫാസ്റ്റായിട്ട് വ്യാപിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് യൂസ് ചെയ്യും. അടുത്ത ബ്രാൻഡാണ് സിയോമിൻ, XEOMIN, സിയോമിൻ. ഈ ബ്രാൻഡ് ജനറലി ഇത് കൂടുതൽ ഇതിൻ്റെ അകത്ത് മരുന്നുകളൊന്നുമില്ല. ഇതൊരു നഗ്നമായ ഫോമുലയാണ്. അതിനാൽ ആൻറ്റിബോഡി പ്രതിരോധ സാധ്യത കുറവാണ്. ഇതിൻ്റെ നിർമ്മാതാക്കൾ മേഴ്സ് ഫാർമയാണ്. ഈ മേഴ്സ് ഫാർമ ഒരു നല്ല കമ്പനിയാണ്. ജർമ്മനിലെ ഫ്രാങ്ക്ഫർട്ട് കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് വളരെ പോപ്പുലറാണ് മാർക്കറ്റിൽ. വെർട്ടെക്സ് പോലെ തന്നെ പോപ്പുലറാണ്. അടുത്തതാണ് ജിയോവോ. ഇത് സ്പെല്ലിങ് പല രാജ്യങ്ങളും പല വിധത്തിലാണ്. ജിയോവോ, JEUVEAU എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് ജിയോവയാണ്. ഇതിന് ജനറലി ആധുനിക വെർട്ടെക്സ് എന്നാണ് പേരിൽ അറിയപ്പെടുന്നത് പൊതുവെ. ഇത് മുഖ സൗന്ദര്യത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇവോലസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇവോലസ് അമേരിക്കയിലെ USA ഒരു കമ്പനിയാണ് ഇവോലസ്. ഇതും അത്യാവശ്യം ആളുകളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ബ്രാൻഡാണ്. അടുത്തതാണ് ഡാക്സിഫൈ, DAXSIFY, ഡാക്സിഫൈ. ഏറ്റവും ദൈർഘ്യമേറിയ ഫലമാണ് ഇതിന്.
ഇത് ഏകദേശം മറ്റുള്ള മെഡിസിൻ 3 മുതൽ 4 മാസം വരെയാണ് ഇതിന് മുമ്പേ പറഞ്ഞ മെഡിസിനിൽ. എന്നാൽ ഡാക്സിഫൈ 6 മാസത്തോളം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിലനിൽക്കും. ഇത് പെപ്റ്റൈഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാക്കൾ റിവാൻസ് തെറപ്പറ്റിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും അമേരിക്കയിലെ ഒരു കമ്പനിയാണ്. റിവാൻസ് തെറപ്പറ്റിക്സ് USA ഒരു കമ്പനിയാണ്. നമുക്കിതിന് ആഗോള മാർക്കറ്റ് 2025 എത്ര മാർക്കറ്റ് ഈ ലോകത്തിൽ ഉണ്ട് എന്ന് നോക്കാം. ഇതിൻ്റെ മൊത്തം വിപണി 10.3 ബില്യനാണ്. 10.3 ബില്യൺ US$ ഒരു വിപണിയാണിത് ലോകമെമ്പാടും. ഇത് സൗന്ദര്യ ചികിത്സക്കാണ് ഇത് കൂടുതൽ. അതായത് 6.2 ബില്യൺ, ഈ 10ൽ 6.2 ബില്യൺ ഡോളർ സൗന്ദര്യ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയാണ് മെഡിക്കൽ വിപണിയിൽ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ വിപണിയിൽ 4.1 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇത് മെഡിക്കലിന് വേണ്ടി ചെയ്യുന്നത്. ഇതിൻ്റെ വളർച്ച, ലോകമെമ്പാടുള്ള വളർച്ച 8 മുതൽ ആവറേജ് വളർച്ച 8 to 10% ആണ്. 8 മുതൽ 10% വർഷാവർഷം ഇതിന് വളർച്ചയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മാർക്കറ്റ് ഭയങ്കരമാണ്. ഇന്ത്യ മാർക്കറ്റ് 2025 420 കോടി മുതൽ 500 കോടി വരെ ഇത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 50 മില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൻ്റെ വളർച്ച ഇന്ത്യയിൽ മാത്രം കൂടുതലാണ്. 15 മുതൽ 18% വരെയാണ് ഇത് ഇന്ത്യയിലെ വളർച്ച. ഇതൊരു സാധാരണ ബ്യൂട്ടി പാർലർ പോലെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഒട്ടാകും. പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിൽ പാർലറിൽ പോയിട്ട് ആളുകൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കമ്പനിയുണ്ട് ഇത് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇത് മെഡിക്കൽ ടൂറിസം കാരണമാണ് കുറച്ചും കൂടി ഇത് പോപ്പുലർ ആയത്. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ലോകത്തിലുള്ള വേറെ സ്ഥലത്തേക്കാട്ടും ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യുമ്പോൾ ഇതൊരു നോൺ സർജിക്കൽ മുഖ സൗന്ദര്യ ചികിത്സ ആയതുകൊണ്ട് ഇതിന് ചെലവ് കുറവാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ കോസ്റ്റ് ജനറലി ആവറേജ് മൊത്ത സ്ഥലത്ത് നോക്കുമ്പോൾ നമ്മളുടെ ചെലവ് കുറവാണ്. ഇത് നമുക്കിനി ബൊട്ടക്സ് കോസ്റ്റ്, പെർ സിറ്റിംഗ് കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഒരു സിറ്റിങ്ങിന് ഫോർഹെഡ് ലൈൻസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് 5000 മുതൽ 10,000 രൂപ വരെ ചികിത്സക്ക് ഇതിന് കോസ്റ്റ് വരും ഒരു സിറ്റിങ്ങിന്. പിന്നെ ക്രോസ് ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു ചികിത്സ, ഐ ലൈൻസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. 6000 മുതൽ 10,000 രൂപയാണ് ഇതിൻ്റെ ചികിത്സ. ഫ്രോണ്ട് ലൈൻസ് എന്ന് പറഞ്ഞ ഗ്ലബേല എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. 8000 മുതൽ 12,000 വരെയാണ് ഇത് ചെയ്യുന്നത്. ഫുൾ അപ്പർ ഫേസ് കോംബോന് 15,000 മുതൽ 25,000 വരെയാണ് ഇതിൻ്റെ കോസ്റ്റ്. ഇതിന് മെഡിക്കൽ യൂസിന് മൈഗ്രെയിനും സ്വെറ്റിങ്ങിൻ്റെ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ യൂസിന് 20,000 മുതൽ 40,000 വരെ റുപ്പീസാണ് ഇതിൻ്റെ ചികിത്സക്ക് കോസ്റ്റ് വരുന്നത്. ഇതൊരു സിറ്റിങ്ങിൻ്റെ കോസ്റ്റാണ്. ഇത് ഏകദേശം 1 മണിക്കൂറാണ് ഇതിൻ്റെ കാലാവധി. 1 മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് വരാൻ കഴിയും. ഇന്ത്യയിലെ മിക്ക ലീഡിങ് ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മാതാ അമൃതാനന്ദമയി എറണാകുളത്തുള്ള ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലടക്കം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആരെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ മാത്രം പോവുക ഈ ട്രീറ്റ്മെൻറ്റ്. എന്നാലാണ് ഇത് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചികിത്സയുടെ വിശദാംശങ്ങൾ, ഫലത്തിൻ്റെ ദൈർഘ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ബൊട്ടക്സ്, ഡൈസ്പോട്ട്, ജോവനോ ഈ 3 കമ്പനി, പ്രധാനപ്പെട്ട 3 കമ്പനി 3 മുതൽ 4 മാസം വരെ ഏകദേശം ഇത് നിലനിൽക്കും. എന്നാൽ ഡാക്സിഫൈ എന്ന് പറഞ്ഞ കമ്പനി 6 മാസം വരെ ഏകദേശം ഇത് നിലനിൽക്കും. ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ചെറിയ വീക്കമുണ്ടാവും, ചുണ്ടിന് ചെറിയ വീക്കമുണ്ടാവും, ത്വക്കിൽ ഒരു ചൂട് അനുഭവപ്പെടും. ഇത് താൽക്കാലികമാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് നോർമലായി പോകും. ഇത് ഒരു ഭയങ്കര ട്രെൻഡാണ്. പ്രത്യേകിച്ച് മെട്രോ സിറ്റിയിൽ, ഇന്ത്യയുടെ മെട്രോ സിറ്റിയിലെല്ലാം തന്നെ ബ്യൂട്ടി പാർലർ പോലെ തന്നെ ആളുകൾ ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് പ്രിവെൻറ്റീവ് ബൊട്ടക്സ് ട്രെൻഡായി മാറുന്നുണ്ട്. ഈ വിശകലനത്തോടു കൂടി സൈനിങ് ഓഫ്, ഹർഷജിത്ത്.